ഇനി അങ്ങോട്ടായിരുന്നു ഈ തെറ്റിച്ചേട്ടൻ. 1 2 3 4 ഇടിച്ച് ഇത്ര നാൾ ഇത് കണ്ടാ മതിയായിരുന്നു. ഇപ്പൊ ഇതായി. ഏട്ടാ എനിക്ക് ഫസ്റ്റ് ചാൻസ് കിട്ടും ഏട്ടാ. എടി നീ എം എടുക്കാതെ എച്ച് എടുത്താ കിട്ടും. എച്ച് ആണ് ഞാൻ എടുത്തോണ്ടിരുന്നത്. ഓ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പിന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെ പിന്നെ അല്ലല്ല. ആ പിന്നെ എനിക്ക് കിട്ടിയാ മതിയായിരുന്നല്ലോ ഏട്ടാ. ഇത്രയും പാടുപെട്ടിട്ട് മര്യാദക്ക് എടുത്താ കിട്ടും, ഇല്ലേ കിട്ടൂല. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ മര്യാദക്ക് ഒരുമിച്ച് പോയി പഠിച്ചിരുന്നെങ്കിലാ. ഇത് ഏട്ടൻ കുറച്ച് ദിവസം മുന്നേ ചേച്ചിയോട് പറഞ്ഞില്ലായിരുന്ന? അപ്പൊ എന്തുവാ ചേച്ചി പറഞ്ഞത്? ഞാൻ ഒറ്റക്ക് പോയി പഠിച്ചോളാന്ന്, എനിക്ക് ആരുടെയും കൂട്ട് വേണ്ടാന്ന്. അന്ന് ചേച്ചി എന്തൊക്കെ പുകില ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടാ? എടാ പോടാ, നീ എന്നെ ജീവിക്കാറ. ഇത് തക്കട് ഒരു കാർ ഗെയിം പഠിപ്പിച്ചാ വെറുതെ. നല്ല പ്രായം. വണ്ടിയുടെ ആവശ്യം കഴിഞ്ഞാ പഞ്ചായത്തിൽ പോയായിരുന്നു, ഒരു കാര്യമില്ലായിരുന്നു. വെറുതെ പച്ചക്കറി കട കയറി ചക്കക്കുരു കാട് പിടിച്ച് കിടക്കുന്ന കറിവേപ്പില അവിടെ നിന്ന് മേടിച്ചു. എനിക്ക് വണ്ടി തരാതിരിക്കാനുള്ള ഉടായിപ്പ് വേല അല്ലേ? എന്താ എന്ത്? നീ നിന്റെ ഇഷ്ടത്തിന് വണ്ടി എടുത്തിട്ട് പോയില്ലേ? എന്റെ ഇഷ്ടത്തിന് ഞാൻ എപ്പോ എടുത്തോണ്ട് പോയത്? അത് മനഃപൂർവ്വം അല്ലല്ലോ. ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ചെന്നപ്പോ ആ ടീച്ചറിന് പെട്ടെന്നൊരു അത്യാവശ്യം വന്ന്, അപ്പൊ ഞാൻ റൊണാൾഡോ അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോ അച്ഛൻ വണ്ടിയായിട്ട് വന്ന് പെട്ടെന്ന് തിരിച്ചു കൊണ്ട് വണ്ടി ഇടുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് വന്നായിരുന്നല്ലോ. പിന്നെ പെട്ടെന്ന് വന്ന് ഞാൻ പോയി തിരിച്ചു വന്ന ശേഷം എന്ത് എന്ത് ചേച്ചി എങ്ങനെ വന്ന്? ബസ്സിൽ കയറി വന്ന്. ബസ്സിൽ കയറി ഫ്രീ ആയിട്ടല്ലേ വന്നത്? പൈസ ഒന്നും കൊടുത്തില്ലല്ലോ. ഫ്രീ ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും എന്താ, എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഉള്ളപ്പോഴത്തേനും ഞാൻ ഈ തിക്കും തിരക്കും കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ അയ്യോ, ഇത്രയും നാളും ചേച്ചി AC കാറിലല്ലേ സഞ്ചരിച്ചോണ്ടിരുന്നത്? ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ മതി, നേരത്തെ കാര്യം പറയണ്ട. ചേച്ചിക്ക് ഇപ്പൊ എന്താ പ്രശ്നം? എന്താണ്? എന്താ എന്താ എന്ത് 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 എന്ത്? രണ്ടെണ്ണം വണ്ടി ഓടിക്കാൻ പഠിക്കാം ആദ്യം. ഇഷ്ടപ്പെടുത്തിട്ട് പോ. അയ്യോ, എനിക്ക് അവളുടെ കൂടെ പഠിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ലേ. ഞാൻ എന്ത്? എനിക്ക് ലൈസൻസ് ഉണ്ടല്ലോ, എനിക്ക് 2 വീലറിന്റെ ലൈസൻസ് ഉണ്ട്. ഇനി ഞാൻ കാറിന്റെതും എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ചേച്ചി ആദ്യം ലൈസൻസ് നീ അതൊന്ന് എടുത്ത് കാണിക്കും. അയ്യോ, ചേച്ചി ഒരു ദിവസം 2 വീലർ എടുത്തോണ്ട് പോയിട്ട് ഇടിച്ച് കയറ്റിയതൊക്കെ ഞങ്ങൾ അറിഞ്ഞതാ. അതിപ്പോ 2 വീലറും ഈ പറയുന്ന 4 വീലറും കൂടി ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് എടുക്കും. എടുക്കും എന്നിട്ട് വെല്ലുവിളിക്ക്. ഞാൻ പറയാം, നിങ്ങൾ രണ്ടുകൂടെ എവിടെയെങ്കിലും പോയി പടി, എന്നിട്ട് ബാക്കി നമുക്ക് നമ്മുടെ കാറിനകത്ത് കൈ തെളിഞ്ഞൂടെ? അതാ പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഞാൻ പൊക്കോളാം, എനിക്ക് 2 ദിവസം മതി. നീ ആദ്യം എടുത്തു. അതാ പറഞ്ഞ ആരെങ്കിലും പോയി ലൈസൻസ് ഒക്കെ എടുക്കാൻ. അത് ഞങ്ങൾ എടുത്തോളാം, പക്ഷെ ഒന്നിച്ച് പോക്കില്ല. ചേച്ചി എന്നെ പറഞ്ഞില്ലേ ചേച്ചി ഒറ്റക്ക് പൊക്കോളാം, അതുപോലെ ഞാനും ഒറ്റക്ക് പൊക്കോളാം. പൊക്കോളാം. നീ ആദ്യം ലൈസൻസ് എടുക്കാൻ നോക്ക്. എനിക്ക് എടുക്കാൻ അറിയാം, നിന്റെ ഭാര്യ ആദ്യം എടുക്കുമല്ലോ എന്നറിയട്ടെ. നീ നിന്റെ കാര്യം നോക്കാം. എന്റെ കാര്യം നോക്കാൻ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഒറ്റ അവസാനം എനിക്ക് തന്നെ പണി. ഇന്ന് എന്തായാലും എനിക്ക് ലൈസൻസ് കിട്ടിയേ പറ്റൂ. അന്ന് ഇത്ര വാശി എനിക്ക് ഇല്ലായിരുന്നല്ലോ. അന്ന് ഞാൻ ഇത്രയും വാശി കാണിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്കും വാശി കയറും. ഇനി അബദ്ധവശാൽ എനിക്കെങ്ങാനും കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിലോട്ട് കേറാൻ പറ്റുമോ? പിന്നെ എന്ന് കരുതി അവക്ക് വാശി കയറാതിരിക്കാണ്. അവളും പോയി പഠിച്ചോണ്ടിരിക്കല്ലേ. അത് പഠിക്കട്ടെ, രഹസ്യമായിട്ടല്ലേ പഠിക്കണം, ആരും അറിയുന്നില്ലെന്ന് വിചാരം. നാളെയാണ് അവളുടെ ടെസ്റ്റ്. ഏട്ടാ, ഇന്ന് എനിക്ക് ലൈസൻസ് കിട്ടുമല്ലോ, പിന്നെ അല്ലേ നാളത്തെ കാര്യം. ഏട്ടന് അത് മാത്രം അന്വേഷിച്ചാൽ മതി. പക്ഷെ നീ പോണ കാര്യം ഞാൻ പറയാത്തോണ്ട് എന്നോട് പിണങ്ങിയിരിക്കുകയാണ്. ഏട്ടനായിട്ട് ഇനി പറയാൻ നിൽക്കുന്നു കേട്ടല്ലോ. എനിക്ക് ലൈസൻസ് കിട്ടട്ടെ, അതിനുശേഷം ഏട്ടൻ പറയോ പറയാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു.
ഓ ഞാനൊന്നും കൂടെ ഒന്ന് വെച്ച് നോക്കട്ടെ. രണ്ടിനും വലിയ കുഴപ്പമില്ല. പെങ്ങളെ എന്താ? സുഖായിരിക്കുന്ന? ഓ നല്ല സുഖം, ഏ നല്ല സുഖം. എവിടെ പോവാ? ഞങ്ങള് ഓ ഇന്ന് ഭാര്യയും ഭർത്താവ് ഒരുമിച്ചാണോ സ്റ്റേഷനിൽ പോണേ? ഞാൻ സ്റ്റേഷനിലോട്ടൊന്നും അല്ല. 2 ദിവസം കഴിയുമ്പോൾ ഡാൻസിന്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അതിന്റെ പ്രാക്ടീസിന് പോവുക. ആഹാ, നിനക്കാണോ കോമ്പറ്റീഷൻ? എന്റെ പിള്ളേർക്ക്. മറ്റേ ആക്രോബാറ്റിക് ഇല്ലേ, അതെന്തോന്നു? മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് HUL ഒക്കെ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഓ അതൊക്കെ എനിക്കറിയാം. നീ അവക്കൊണ്ടിത് പ്രാർത്ഥിച്ചേക്കണേ. എന്റെ നാത്തൂന് വേണ്ടിയിട്ട് ഞാനല്ലാതെ ആര് പ്രാർത്ഥിക്കും? ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചിക്ക് നാളെ കണ്ടല്ലേ പഞ്ചായത്ത് കമ്മിറ്റി മീറ്റിംഗ്? ആ നാളെ അല്ലേ? അത് സ്റ്റാൻഡിങ് കമ്മിറ്റി അല്ലേടി, 8ന്റെ പണി. നീ അതിനോട് ദേഷ്യം കാണിക്ക. അത്ര മതി. ഇനി താഴെ ചേച്ചി പിടിച്ച് അടച്ചാൻ റെഡി. അത് ഇതാ അത്രേ ഉള്ളു. പോരടി. പുറകീന്ന് വിളിച്ച്. ഞാനും ഉണ്ട്. പോന്ന വഴിക്ക് മച്ചമ്മയുടെ വണ്ടിക്കകത്ത് കയറി ജംഗ്ഷനിലോട്ട് ഇറങ്ങാം. പോന്ന വഴിക്ക് അതിനകത്ത് ഇറങ്ങാം. ഏനകത്ത് ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടോ? ആ യുവക്കാർ 8ന്റെ പണി കൊടുക്കാൻ പറഞ്ഞു. ഡാൻസിലോ? ആ ഹലോ ആയിടി, എന്താ എവിടെ എത്തിയാ? തുടങ്ങിയാ? ആണോ? ആ അവളാണോ ഓടിക്കണേ? ആണോ? നല്ലോണം ഓടിക്കുന്നുണ്ടോ? ആ ഒന്ന് ഫോട്ടോ എടുത്ത് തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് അയക്കാൻ പറ്റുമോ? അത് അവർ കാണാതെ ചെയ്താൽ മതി. ആ എന്നാ നീ വീഡിയോ കോൾ ചെയ്യ്. മതി മതി, ദൂരെന്ന് മതി മതി. ആ ശരി. ആ ചേടാ, അത്ര നന്നായിട്ട് ഓടിക്കാൻ വഴിയില്ലല്ലോ. ദൈവമേ കിട്ടുമോ? ചോറ് വേണം. ഈ കാറ് കൊണ്ട് പുറത്തൊന്ന് പോകണം. പിന്നെ ആവട്ടെ, ചോറ് വിളമ്പാനായിട്ടൊരു ആ എനിക്ക് അത്യാവശ്യമാണ്. ശരിയാണല്ലേ? എന്ത് എന്ത്? അത് വണ്ടി ഓടിക്കണത്. ആര്? ആരെങ്കിലും ആയിക്കോട്ടെ, നിനക്ക് എന്താ? വണ്ടി ഓടിക്കണം. സിനിമയാണോ? നോക്കട്ടെ. ലില്ലി, അതെങ്ങനെ വീഡിയോ കൂടെ കിട്ടി? വീഡിയോ കോളിൽ എന്താ കിട്ടാത്തത്? നോട്ടെ, വീഡിയോ കൂടെ എടുക്കാൻ പറ്റുമോ? അയ്യോ, നല്ലോണം ലില്ലിപ്പണ് ഓടിക്കുന്നല്ലേ. അവള് പാസ്സായത് തന്നെ. ഇന്ന് വന്നിട്ടൊരു ചെലവുണ്ട് പോളി. നിനക്കങ്ങനെ അറിയാൻ പാസ്സായത് തന്നെയെന്ന്? അത് തീർന്നില്ലല്ലോ, ഇനിയുണ്ട് ഓടിക്കാനായിട്ട്. പെച്ചിന്റെ വലത്തെ കാലിൽ നിന്ന് പുറകോട്ടെ. അവളെ മുട്ടി മുട്ടി മുട്ടി. മതി മതി മതി. അങ്ങനെ പഠിച്ചാൽ പറ്റില്ല. വെച്ചോടി, വെച്ചോ വെച്ചോ. കണ്ടു. എന്നാലും ഇത് പ്രതീക്ഷയോടെ പോയതാ. ഇനി വരുമ്പോ അതിന്റെ സങ്കടോടെ കാണുന്നുണ്ട്. എന്തെന്നാ സങ്കടം? ആരും ചത്തിട്ടൊന്നുമില്ലല്ലോ. ഒരു ടെസ്റ്റിൽ തോറ്റുന്നല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നിട്ട് ഭയങ്കര സന്തോഷം കാണിച്ചല്ലോ ഇവിടെ. അതെന്താന്ന് വെച്ചാല് രഹസ്യമായിട്ട് ചെയ്യാൻ നോക്കി എന്നെ വെല്ലുവിളിച്ചു. അത് രഹസ്യമായിട്ടാണെങ്കിലും ഈ കുടുംബത്തിൽ നടക്കണ നല്ലൊരു കാര്യത്തിന് ഇങ്ങനെ. അവളുടെ വിചാരം രഹസ്യമായിട്ട് വെച്ചാൽ വേറെ ആരും അറിയില്ല. അവള് പറയാതിരുന്നിട്ട് പോലും നമുക്ക് മനസ്സിലായില്ലേ. എന്നാലും ഭയങ്കര കഷ്ടമായി. എന്ത് കഷ്ടം തന്നെ. നിങ്ങൾ കാണിച്ചതോ? ഞാൻ എന്താ കാണിച്ചത്? ചാരപ്പണിയാ, ചാരപ്പണി.
അറിഞ്ഞാണ്ടല്ലോ. ഏത് ചാരപ്പണി? ആ അവിടെ നിന്നിട്ട് വീഡിയോ കോൾ എംപിയുടെ കയ്യിലെങ്ങാണ് ആ പെണ്ണിനെ കിട്ടിയായിരുന്നു. അയ്യോ അതെന്താ, അവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ വേറെ ആളെ ആരെയും വിളിക്കാൻ പറ്റൂലേ? ഞാന് നമ്മുടെ പഞ്ചായത്തിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ബിന്ദു എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരിനെ വിളിച്ചു. അപ്പൊ ബിന്ദു ഇങ്ങനെ ഫോൺ എടുത്തപ്പോഴത്തേക്കും വീഡിയോ കോളിൽ അപ്പൊ ബിന്ദു ഫോൺ എടുത്തപ്പോ ഞാൻ പറഞ്ഞു ബിന്ദു എവിടെയാന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ വണ്ടികളൊക്കെ ഓടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അത് ഞങ്ങളുടെ ലില്ലി അവിടെ പോയിട്ടുണ്ടല്ലോ, അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തക്കുട് വിശ്വസിക്കും, എന്റെ അടുത്ത് പറയാൻ നിൽക്കല്ലേ. സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കൂലടാ. പിന്നെ നിന്റെ അനിയത്തിനെ ഞാൻ തന്നെ ചാരപ്പണി ചെയ്തിട്ട് ഞാൻ നോക്കി നിന്ന് അവളെ തോപ്പിച്ച്, അല്ലാതെ നിന്റെ അനിയത്തിക്ക് ഓടിക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഇതിപ്പോ എത്ര രൂപയുടെ വഴിപാട് നേർന്നിട്ടുണ്ട്? അത് പിന്നെ അത് കൊടങ്ങാവളക്കാരുടെ സ്വഭാവം, ഞങ്ങൾക്ക് ആ സ്വഭാവം ഇല്ല. നിങ്ങളാണ് ആരെങ്കിലും തൊഴിക്കാൻ വേണ്ടിയിട്ട് കണക്കിന് 10 കൂട് മെഴുകുതിരി 1 കൂട് മെഴുകുതിരി എന്ന് പറഞ്ഞാൽ നീയാണ് ഇവിടെ നിന്നിട്ട് ഓരോന്നിനും വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് നേരുന്നതേ ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിട്ട്. നല്ല കാര്യങ്ങൾ, നല്ല കാര്യം. അതെ ഞാനാണ് അപ്പൊ ഇതാക്കിയത്. നോണ പറയുന്ന നാത്തൂന് ഒരുമിച്ച്, തുണി കഴുകുന്ന നാത്തുമാർ ഒരുമിച്ച്, കഴിക്കുന്നതും വെക്കുന്നതല്ല ഒരുമിച്ച്. ഈ ഒരു കാര്യത്തിന് മാത്രം എന്താ 2 തട്ടായി പോയത്? അത് അവളുടെ അഹങ്കാരം കാണണം. എന്താ അവളുടെ വിചാരം എല്ലാം അറിയാവുന്ന ഒരാള്, എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. ഒന്നും അറിയാഞ്ഞിട്ടാണ് ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയത്. എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് വിട്. നാളെ എന്റെ ദിവസമാണ്. നാളെ നോക്കിക്കോ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്, എങ്ങനെയാണ് ലൈസൻസ് എടുക്കേണ്ടതെന്ന് ഞാൻ അവളെ കാണിച്ചു കൊടുക്കും. പാസ്സാവട്ടെ, നന്നായിരിക്കട്ടെ. ഇപ്പൊ ചോറ് എനിക്ക് കാർ കൊണ്ട് പുറത്തു വരും മനസ്സില്ല. ഹലോ, നാളെ റിഹേഴ്സൽ തരണോ? കൂടെ ഇരിക്കണോ സൈഡി? പാവം, അതിന്റെ സങ്കടത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ഈ പെണ്ണുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മുഖം ഒരിക്കലും തെറ്റത്തില്ല. നന്നായിട്ട് വണ്ടി ഓടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചവിട്ടിക്കോ. ഓക്കെ, താക്കോല് കയ്യിലെടുത്തോ. എന്താ തങ്കച്ചേട്ടത്തി, നിങ്ങൾ പുലിയാണ്. ഇല്ലിപ്പണേ എന്ത് കിടിലമായിട്ടാ വണ്ടി ഓടിച്ചു വന്ന്, കൈവളായിട്ട് കറക്കി. ഓ പിന്നെ പാടൊക്കെയാണ്. പിന്നെ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുമല്ലേ, അപ്പൊ വെറുതെ ഒന്ന് ഓടിച്ച് നോക്കാന്ന് വിചാരിച്ചെടുത്തതാ. തങ്കച്ചേട്ടത്തിക്ക് ലൈസൻസ് പുഷ്പം പോലെ കിട്ടും. എനിക്ക് തോന്നണില്ലടാ. ഓ അതിനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. തന്നെ പണ്ട് ഓർമ്മയില്ലേ ഞാൻ ബൈക്ക് കൊണ്ടുവന്നിടിച്ചത്, സ്കൂട്ടർ അടിച്ചത്? അതൊക്കെ പണ്ടത്തെ കാര്യം. ഇത്ര അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്നവർക്ക് ലൈസൻസ് കിട്ടാനാണോ പാട്? എന്തായി നിന്റെ പ്രാക്ടീസ്? കഴിഞ്ഞിട്ടില്ല, ഇനിയും പോണം. ആണോ? ഇന്നത്തെ പ്രാക്ടീസ് നല്ലായിരുന്നോ? പിന്നെ അടിപൊളിയായിരുന്നു. കുത്തി നോവിക്കണ്ടായിരുന്നു. ആണാ? വിഷമുണ്ടോ? പിന്നല്ലാതെ. പിന്നെ ഞാൻ എന്തോ ചെയ്യണം? എന്തോ ഇപ്പം നിങ്ങൾക്കും അറിയാം, പില്ലിപ്പെണ്ണിനും അറിയാം, ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാം. പിന്നെ ചോദിക്കേണ്ട കാര്യം എന്ത്? അറിയാം, പക്ഷെ ഞാൻ ചോദിക്കും. അറിയാമായിരുന്നിട്ട് അവൾ എന്നോട് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. അതെന്തുകൊണ്ടാ? വാശി. നാളെയും കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അവളെ ആശ്വസിപ്പിക്കും. നാളെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്ന ഉറപ്പാണ്. കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ മുന്നേ ചക്കര. പാല് കുടിക്കാം, വണ്ടി ഓടിച്ചതിന്റെ ഒരു ക്ഷീണുണ്ട്. സാരല്ല, തോറ്റുപോനാണ് കിടന്നുറങ്ങിയത് നേരത്തെ. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കായിരുന്നു. എന്താ എത്ര ആലോചിക്കാൻ? ഏട്ടാ, ഓ ശരിക്കും ഇല്ലേ, ഞാൻ നല്ല കറക്റ്റായിട്ട് ഓടിച്ചു കേട്ടാ. ഓടിച്ച് അവസാന സമയമായപ്പോ അവിടെ ഒരു കമ്പി കേട്ടാ. കണ്ടില്ല സത്യമായിട്ടും. അതെന്തറിയാമോ, നമുക്ക് ഇച്ചിരി ഓവർ ആയിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ ജയിക്കും കിട്ടും ഉറപ്പെന്നൊക്കെ തോന്നിപ്പോകണ്ടാണ്. അതുണ്ടായിരുന്നു. കേട്ടിട്ടില്ലേ, ഓവർ കോൺഫിഡൻസ് ഇസ് മോർ ഡേഞ്ചറസ് എന്നാണ്. അവൾ അറിഞ്ഞായിരുന്നോ? എന്ത് അറിഞ്ഞു കാണും? ഞാൻ വന്നപ്പോഴത്തേക്ക് എന്നെ കളിയാക്കുന്ന പോലത്തെ ഒരു ഫേസ് ആയിരുന്നു.
ഞാൻ വരുമ്പോഴില്ലേ ചേച്ചി നമ്മുടെ താഴെ വഴിയില്ലേ, ആ വഴിയിൽ നിന്ന് ഇങ്ങനെ ഓടിച്ചോണ്ട് നമ്മുടെ മുറ്റത്ത് കൊണ്ട് ഇങ്ങനെ കറക്കി ആ സൈഡിൽ കൊണ്ട് കറക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്ത് നിർത്തി. ഓ ആ ഓടിക്കല് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് ഉറപ്പായിട്ട് വെച്ച് കിട്ടും. കിട്ടട്ടെടി എന്നാ, എന്നിട്ട് ഞാൻ ഈ വീട്ടില് ജീവിച്ചിരിക്കണം. പറയുന്നത് നത്തൂൻ വേഴ്സസ് നത്തൂൻ. കിട്ടല്ലേ ഈശ്വര, വാശിയൊക്കെ വെച്ചിട്ട് ചേച്ചി വാങ്ങിച്ചോണ്ട് വന്നതിന് ഈശ്വര. അയ്യോ അയ്യോ അയ്യോ. വേട്ടനത് പറയാം. ആ രാവിലെ തന്നെ കമ്മിറ്റിക്ക് പോകാൻ തീരുമാനിച്ചിറങ്ങി. ആ അതെ. എത്ര മണിക്ക് ചേച്ചി കമ്മിറ്റി? ഒരു 11 മണിയൊക്കെ ആവുമായിരിക്കും. ഇറങ്ങ സമയമായി. പ്രാവശ്യത്തെ കമ്മിറ്റിക്ക് മെമ്പറെ കാറി കൊണ്ടുപോകാൻ തീരുമാനിച്ചു. കാറിലാണ് പോകുന്നത്? ആ ശരിയാണല്ലോ, കാറിലാണല്ലോ പോകേണ്ടത്. അപ്പൊ എന്തായാലും കമ്മിറ്റി കഴിയുമ്പോ മെമ്പർക്ക് തന്നെ കാർ ഓടിച്ചിനി വരാമല്ലോ. ആ നോക്കാം ഐഡിയ നോക്കാം. ആ ഇന്നത്തെ കമ്മിറ്റിയിൽ തങ്ക മെമ്പർ പൊളിക്കും. പൊളിക്കണമല്ലോ. പൊളിച്ചാ മതി. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഫോർ കമ്മിറ്റി. പോട്ടെടി. കണ്ടാ ചേച്ചിയുടെ അഹങ്കാരം കണ്ടാ? ഒരു വാക്ക് ഏട്ടനോട് പറയാൻ തോന്നിയില്ലല്ലോ. നീ ആയിട്ടെങ്കിലും പറഞ്ഞായിരുന്നു എവിടെ വരെ പോകുന്ന നോക്കാടി നമുക്ക്. എന്നാലും ഏട്ടനോട് പറയായിരുന്നു. എടി അവളിങ്ങനെ പഠിക്കാൻ പോണെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവളോട് ചോദിച്ചോ? ഇല്ല. നമ്മൾ ആരെങ്കിലും ഇതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോ? ഇല്ല. അപ്പൊ അതിന്റെ വഴിക്ക് അങ്ങ് പോട്ടെ, പോയിട്ട് വരട്ടെ അവള്. ചേച്ചിക്ക് എങ്ങാനും കിട്ടുമോ ഏട്ടാ? എന്റെ രൂഹം വെച്ചിട്ട് കിട്ടും. എന്തുവായിട്ടാ ഇത്? എന്തുവാടി ഇത്? വിളിക്കാത്തത്. ഹലോ ആ ചേച്ചി, എന്താ ചേച്ചി വിളിക്കാത്തത്? ഓ പിന്നെ നേരത്തെ വിളിച്ചപ്പോൾ ഇത് തന്നെയല്ലേ പറഞ്ഞത്, ഇതുവരെ തുടങ്ങിയില്ലേ? ഓഹോ ഓ സത്യം ജയിച്ച അത് സാരമില്ല, ഞാൻ പെങ്ങളല്ലേ, എൻ്റെ അടുത്ത് സത്യം തെറ്റിക്കാം. ഞാൻ എത്ര സ്ഥലത്ത് തെറ്റിച്ചേക്കണം, ഒരു കുഴപ്പമില്ല. കേറിയാ എന്നൊന്ന് വീഡിയോ കോൾ ചെയ്യ്. പിന്നെ എന്ത് കുറ്റം, അതൊരു കുറ്റമില്ല, കുറച്ച് മാറി എന്ന് വീഡിയോ കോൾ ചെയ്താൽ മതി. ചെയ്യാ ചേച്ച പ്ലീസ്. ആ ശരി. ചേച്ചി വണ്ടി കയറി ഇരുന്നു. റൊണാൾഡോ ചേച്ചൻ വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞ് അതെ വന്ന്. കണ്ടോ തങ്ങഞ്ഞേട്ടത്തി വണ്ടി ഇരിക്കുന്നുണ്ട്, നല്ല സ്റ്റൈലായിട്ട് ഓടിക്കുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ടിൽ അങ്ങനെ വീഡിയോ എടുത്തൂടാ. പങ്കെടുക്കാൻ നിൽക്കുന്നവരും കണ്ടു നിൽക്കുന്നവരൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല. അത് സുരക്ഷയുടെ ഭാഗമാണ്. മാത്രമല്ലെന്നറിയാമോ, ഇതിപ്പോ കേസാവും. ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യം. ഇത് അവിടെ ഓഫീസർമാരെ കാണാം. അല്ല അപ്പൊ എനിക്ക് കാണണ്ടേ? എന്തിനാ അവള് വണ്ടി കമ്പി തട്ടിയിടുന്നതാ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്പി തട്ടിയിടുന്ന ചേച്ചി കണ്ടല്ലോ, ചേച്ചിന്റെ ഒരു കൂട്ടുകാരി വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്തല്ല. അപ്പൊ ഈ സുരക്ഷയും ഒന്നും ഇല്ലായിരുന്ന? ആ കൂട്ടുകാരി ബുദ്ധിപരമായി നീങ്ങിയിട്ടുണ്ടാവും. ആ റൊണാൾഡോ ചേച്ചനെ എന്നിട്ട് പോലീസ് പിടിച്ച്. ഈ മനുഷ്യന്റെ ഒരു കാര്യം ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. വിളിച്ചതിന് കിട്ടുവോ? നോക്കട്ടെ. കിട്ടിയ
റിങ് ചെയ്യുന്നുണ്ട്. റിങ് ഇനിയിപ്പോ അങ്ങ് ഓഫ് ആവും. അത് ആണുങ്ങളെ കൈ ഇരിക്കുക. കിട്ടുമോ ചേച്ചിക്ക്? ഇല്ല ഇല്ലാന്ന് പറയട്ടാ. ഇല്ല. ഞാൻ കറിയല്ല. അതൊക്കെ ആയി, കുറച്ച് അടിയിലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ എങ്ങനെ അടി പിടിക്കായിരിക്കും? ഇവിടെ ഉള്ളി പിടിച്ചിരിക്കല്ലേ. ഒന്നുകൂടെ വിളിച്ചോട്ടെ. ആരാ വണ്ടി ഓടിക്കുന്നത്? കണ്ടാ ഞാൻ പറഞ്ഞ മിടുക്കി വണ്ടി ഓടിച്ചു വന്നുള്ളതല്ലേ. അങ്ങനെ നാത്തുമാർ തമ്മിലുള്ള രഹസ്യമായ ഡ്രൈവിംഗ് പഠിത്തം പരിസമാപ്തിയിലെത്തി. കാര്യം കളിയാക്കിയിട്ടാണെങ്കിലും വെല്ലുവിളിയായിരുന്നല്ലോ. പിന്നെ പക്ഷെ അവളെ സമ്മതിക്കണ്ടേ? മിടുക്കി. അത് കനകമച്ചൻ പറഞ്ഞത് കറക്റ്റ് ആണ്. ലില്ലിപ്പെണ്ണിനേക്കാൾ മിടുക്കി എന്റെ തങ്ങൻ ചേട്ടത്തി. അല്ലേ ലില്ലിപ്പെണ്ണ് ഒരു കമ്പിയല്ലേ തട്ടിയുള്ളൂ, തങ്ങൻ ചേട്ടത്തി 2 കമ്പി തട്ടിയിട്ടു. ആ MVD കിട്ടി ഇടി കിട്ടാഞ്ഞത് ഭാഗ്യം. ഓ അപ്പൊ ചേച്ചിക്കും കിട്ടിയില്ലേ? കിട്ടിയില്ലെന്ന് മാത്രമല്ല, വീഡിയോ എടുത്തോണ്ട് ഉദ്യോഗസ്ഥൻ ഫോൺ മേടിച്ചു വെച്ചല്ലോ, അയാൾക്കിട്ടാ ഇടിക്കാൻ ചെന്നത്. കാല് പിടിച്ചിട്ടാ ഫോൺ തിരിച്ചു കിട്ടിയത്. എന്തായാലും രണ്ടുപേരുടെ ഒരു അംഗം തുടങ്ങിയിട്ട് അതിനൊരു പരിസമാപ്തിയായി. പൊളിഞ്ഞു. അങ്ങനെ സമാപ്തിയൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോ ഞങ്ങള് രണ്ടുപേരും കൂടി പോകും. ശരിക്കും പറഞ്ഞ എന്താ പറ്റിയെന്നറിയാവോ? എനിക്ക് വണ്ടി കയറിയപ്പോ നല്ലോണം പേടിയായി. അപ്പം ഇവളുണ്ടായിരുന്നെങ്കിൽ അവിടെ വന്നിട്ട് ചേച്ചിക്ക് പറ്റുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമായിരുന്നു. എന്നെ നോക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇത് തന്നെ എനിക്കും പറ്റിയത്. ആ ചേച്ചി ആ സൈഡിൽ നിന്നിട്ട് എടി നിനക്ക് പറ്റും എന്ന് പറയത്തില്ലേ എപ്പോഴും? അത് ഞാനും ആഗ്രഹിച്ചു ചേച്ചി. അപ്പൊ എന്റെ കോൺസെൻട്രേഷൻ പോയി. അതുകൊണ്ട് എന്താ പറ്റിയെന്നറിയോ? മുന്നോട്ട് 2 ഗിയർ ഞാൻ പുറകോട്ടാക്കി കൊടുത്തു. നന്നായി. ഇനിയിപ്പോ നമുക്ക് ഒരുമിച്ച് പാടി. അത് നന്നാവും. Aliens